തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെ എല്ലാവരെയും ആത്മീയമായി അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് അതിശക്തമായ ഒരു ദൈവവചനം സമ്മാനിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം തിരുവചനം. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് തുറന്ന് ആ വചനമൊന്ന് അടയാളപ്പെടുത്തി, പറ്റുമെങ്കിൽ ആ നോട്ട് ബുക്കിലൊന്ന് കുറിച്ച് വെച്ച് വചനം പഠിച്ച് അഭിഷേകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇനിയിപ്പോൾ ബൈബിൾ ഇല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, പറ്റുമെങ്കിൽ ആ മൊബൈൽ ഫോണിൽ ഈ വചനം ഒന്ന് നോട്ട് ചെയ്യുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം തിരുവചനം. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 17. നമുക്ക് വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. എന്താണ് വചനം? യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 17. ജീസസ് ആൻസ്വേർഡ് ദം, മൈ ഫാദർ ഈസ് സ്റ്റിൽ വർക്കിംഗ് ആൻഡ് ഐ ഓൾസോ ആം വർക്കിംഗ്. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അതായത് വിശുദ്ധ യോഹന്നാനിലൂടെ ഇതാ ദൈവവചനം അത്രമേൽ ശക്തമായി നമ്മളോട് പറയുന്നു, നമ്മുടെ ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യമാണ്. കാരണം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരിക്കലും ഒരു കല്ലിനോടോ മണ്ണിനോടോ സ്റ്റാച്യുവിനോടോ മരത്തോടോ ഒന്നുമല്ല, ഒരു പ്രപഞ്ച ശക്തികളോടുമല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവം, ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ദൈവം. ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില ബോധ്യങ്ങളിലേക്ക് നയിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും അറിയാം, ബെത്സയിദായിലെ അതിശക്തമായ ഒരു രോഗശാന്തി ശുശ്രൂഷയാണ്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സൈദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്തു നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്തു നടന്നു. അന്ന് സാബത്തായിരുന്നു. നമ്മൾ പലതവണ ധ്യാനിച്ചിട്ടുള്ള ഒരു വിഷയമാണിത്. യേശു ബെത്സയിദായിലെ 38 വർഷം, എത്ര വർഷം? 38 വർഷമായി തളർന്നു കിടന്നിരുന്ന രോഗിക്ക് സൗഖ്യം കൊടുത്തു. ആ വ്യക്തിയുടെ അവസ്ഥ നമുക്കറിയാം. മാനസികമായി വളരെ ഭാരത്തിലാണ്. ശാരീരികമായ തളർച്ചയേക്കാൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ തളർച്ചയാണ് ഏറ്റവും പ്രധാനം. എന്താണ് ആ തളർച്ച? എന്നെ ശ്രദ്ധിക്കാൻ
സഹായിക്കാൻ ആരുമില്ല. ഞാനിവിടെ നരകിച്ചു കഴിയുന്നു. 38 വർഷം, 1-2 വർഷമല്ല, ഞാനിവിടെ കഷ്ടപ്പെട്ട് കഴിയുന്നു. എന്നെ സഹായിക്കാൻ, എന്നെ പരിഗണിക്കാൻ, എൻ്റെ കൈപിടിക്കാൻ, എന്നെ ഒന്ന് കേൾക്കാൻ ആരുമില്ല. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വചനം കേൾക്കുന്നത്. ഓരോരുത്തരുടെയും ജീവിത അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ രോഗിയെപ്പോലെ നമ്മളിൽ പലരും സങ്കടത്തിലാണ്, അല്ലേ? 38 വർഷം, നമ്മളൊക്കെ എത്ര വർഷമായി സഹിക്കാൻ തുടങ്ങിയിട്ട്? ചിലരൊക്കെ ഉള്ളിൽ ചിന്തിക്കുന്നില്ലേ, അച്ഛാ ഞാനൊരു കുടുംബിനിയാണ്, എത്ര വർഷമായി വീട്ടിൽ വന്നിട്ട് സഹിക്കുന്നു, എന്നെ ഒന്ന് പരിഗണിക്കാൻ, എന്നൊന്ന് തിരിഞ്ഞു നോക്കാൻ, ഒന്ന് സഹായിക്കാൻ ഒരു മനുഷ്യനില്ല. ഇതൊരാളുടെയല്ല, അനേകരുടെ ഉള്ളിലുള്ള സങ്കടം. ഈശോ ഈ സങ്കടം കണ്ടു. ഈശോ ആ തളർവാദ രോഗിയുടെ പക്കലേക്ക് വന്നു. എന്നിട്ട് യേശു അവന് ശാരീരിക സൗഖ്യം മാത്രമല്ല, അവന് മനസ്സിനും ആത്മീയമായും അഭിഷേകവും സൗഖ്യവും യേശു നൽകി. അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ആദ്യം പഠിച്ച വചനം, 5-ാം അധ്യായം 17-ാം തിരുവചനം. ഏതാ വചനം? യേശു പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അതായത് ഏതൊക്കെ മനുഷ്യർ അസ്വസ്ഥതയിലും ദുഃഖത്തിലുമാണോ, അവരുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം നൽകാൻ, അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഞാനിപ്പോഴും ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയേണ്ട വളരെ പച്ചയായ യാഥാർത്ഥ്യം, ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പക്ഷേ ചുരുക്കം ചിലർക്കുള്ള ഒരു ചിന്തയുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 6 ദിവസത്തെ കഠിനമായ ദൈവത്തിൻ്റെ പ്രവൃത്തി, സൃഷ്ടി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, ഇതാ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി ഓരോന്നിനെയും സൃഷ്ടിച്ചു. അതോടുകൂടി സൃഷ്ടികർമ്മം തീർന്നുവെന്നാണ് പലരുടെയും ചിന്ത. എന്നാൽ ഈ 6 ദിവസം പ്രവർത്തിച്ച ദൈവം ഇതാ പുതിയ നിയമത്തിൽ ഈ കാലഘട്ടത്തിൽ ദാ ഇപ്പോൾ നിന്നോടും എന്നോടും പറയുന്നു, ദൈവത്തിൻ്റെ പ്രവർത്തികൾ അവസാനിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്ന, എന്നെയും നിന്നെയും രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അവസാനിച്ചിട്ടില്ല. ഓരോ സമയവും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മുടെ സൃഷ്ടികർമ്മത്തിൽ ദൈവം ഇപ്പോഴും സജീവമായി പങ്കാളിത്തം വഹിക്കുന്നു. തളർന്ന ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും, ഒറ്റപ്പെട്ട് കിടക്കുന്ന, ആരും എനിക്ക് സഹായിക്കാനില്ല എന്ന് കരുതിയിരിക്കുന്ന ഓരോ വ്യക്തിയോടും ഈ ബെത്സയിദായിലെ 38 വർഷം തളർന്നു കിടന്ന രോഗി പറയുന്നു, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു ദൈവം ഉണ്ട്. നീ ഒരിക്കലും നിരാശപ്പെട്ട് ജീവിക്കരുത്. ചില ആളുകളുണ്ട്, ചില പ്രതിസന്ധികൾ വന്നു കഴിയുമ്പോൾ അതോടുകൂടി എല്ലാം തീർന്നുവെന്നാണ് ചിന്ത. എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ എന്തോരം പ്രതിസന്ധികളാ, സങ്കടങ്ങളാ, പരാതികളാ, പരിഭവങ്ങളാ, എണ്ണിയാൽ ഒടുങ്ങാത്ത, അല്ലേ, എണ്ണിയാൽ ഒടുങ്ങാത്ത ഭാരവുമായിട്ടാണ്. ആലോചിച്ചു കൊണ്ടിരുന്നാൽ അതിനേ സമയമുള്ളൂ, നിരാശപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിനേ സമയമുള്ളൂ. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നു, നിന്റെ നിരാശയുടെ മുകളിൽ, നിന്റെ കണ്ണുനീരിൻ്റെ മുകളിൽ, നിന്റെ തളർച്ച കടക്കുന്ന അവസ്ഥയുടെ മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് അഭിമാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നൊരു ദൈവം, എന്നെ അറിയുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബനാഥൻ, അദ്ദേഹം ഒരു വ്യവസായിയാണ്. എൻ്റെ ദൈവം എന്തോരം സ്ട്രഗിളിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകുന്നവർ. പക്ഷേ എപ്പോഴും ഈ വ്യക്തിയെ കണ്ടാലുണ്ടല്ലോ, നല്ല പുഞ്ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇയാൾ നടക്കുന്നത് എപ്പോൾ കണ്ടാലും. എന്നാൽ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളാണ്, അത്രമേൽ വലിയ ദുഃഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ
എപ്പോൾ കണ്ടാലും ഒരു പുഞ്ചിരി ഇദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എന്താണ് ഈ പരിപാടി, എന്താണ് മാജിക്ക്, ഇതെന്താ ഈ ചിരിക്കണേ? അച്ഛാ, എൻ്റെ ഈ പുഞ്ചിരിയുടെ ഉള്ളിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എപ്പോഴും എന്നോട് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമുണ്ട്. എനിക്കൊരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവം, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം. അച്ഛാ, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊരു ദൈവമുണ്ട്, എന്നിൽ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവം. എനിക്കൊരു ദൈവമുണ്ട്, എന്നിൽ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവം. ജീവിക്കുന്ന ദൈവം ചത്തുപോയതല്ല, ചരിത്രത്തിൽ എവിടെയോ അടഞ്ഞ അധ്യായമല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവം. അങ്ങനെ ഒരു ദൈവമുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ആവർത്തിച്ചു പറയും. എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഞാൻ പറയും, ദൈവമുണ്ട്, ദൈവമുണ്ട്. ആ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ ഒന്നിൻ്റെയും മുമ്പിൽ പതറിപ്പോവില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയും കൂടെയാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനം, സെൻറ്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 20 വചനത്തിൽ ഇതാ ഇങ്ങനെ വായിക്കുന്നു: നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇതാണ് പ്രാർത്ഥന. പൗലോസ് ശ്ലീഹ ആശംസിക്കുകയാണ്. എന്താ ആശംസിക്കുന്നത്? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, ശ്രദ്ധിച്ചോണം, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവം. നീ പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിച്ചോ, നീ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി നിനക്ക് തരാൻ കഴിയുന്ന ദൈവം, നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം. വിശുദ്ധ പൗലോസ് ശ്ലീഹയ്ക്ക് അത്രമേൽ ഈ വിഷയത്തിൽ വലിയ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി നൽകാൻ കഴിയുന്ന നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം നിൻ്റെ കണ്ണുനീര് കണ്ട് മാറിയിരുന്ന് ചിരിക്കുന്ന ദൈവമല്ല. അങ്ങനെ ഒരു ദൈവമില്ല. മറിച്ച് ജീവിക്കുന്ന, നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം. ആത്മഹത്യയെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ദാ വചനം പഠിപ്പിക്കുന്നു, നിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം. നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാമെന്നല്ല, മറിച്ച് നിന്നിൽ പ്രവർത്തിക്കുന്ന, പണിതുയർത്തുന്ന, രൂപാന്തരീകരിക്കുന്ന ദൈവം. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ട്, എന്നിട്ടെന്താ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തനമൊന്നും കാണുന്നില്ലല്ലോ. ഈ ദൈവം പ്രവർത്തിക്കുന്നു എന്നല്ല പറഞ്ഞു, എന്നിട്ട് എവിടെ പ്രവർത്തനം, എവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്, അല്ലേ? നമ്മുടെ ആഗ്രഹം എന്താ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവം പ്രവർത്തിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് കിട്ടണം, അല്ലേ? നമ്മളൊരു സർക്കിൾ വരച്ചിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് ഇങ്ങനെ ചെയ്യുന്നതാണ് ദൈവത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു ദൈവ സാന്നിധ്യത്തെക്കുറിച്ചല്ല. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സമയത്ത് അത് സംഭവിക്കും. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിനറിയാം നമുക്കെന്താ വേണ്ടതെന്ന്. തക്ക സമയത്ത് ദൈവം ഇടപെടും. തക്ക സമയത്ത് ദൈവം ഇടപെടും. അതല്ലാതെ നുകം വെച്ച കാളയുടെ പുറകെ നടന്ന് ഇവിടേക്ക് പോ, അവിടേക്ക് പോ, ഇങ്ങോട്ട് ചെയ്, അവിടെ ചെയ് എന്നിങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് താളം ചവിട്ടരുത്. മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സമയത്ത് അത് നിശ്ചയിച്ചതുപോലെ സംഭവിക്കും. സംഭവിക്കട്ടെ. ഇത് ധ്യാനിക്കുമ്പോൾ ബൈബിളിലെ നമുക്കൊക്കെ പരിചയമുള്ള ഒരാളെ ഓർക്കണം. ഇദ്ദേഹത്തിന് 75 വയസ്സായി. 75 വയസ്സായപ്പോൾ ദൈവമായിട്ട് വലിയ സ്നേഹബന്ധം. അപ്പം ദൈവത്തോട് പറയും, ദൈവമേ, എനിക്കിപ്പോൾ വീടുണ്ട്, സ്ഥലമുണ്ട്, എനിക്ക് കന്നുകാലികളുണ്ട്,
ഇങ്ങനെ എനിക്കെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് കുഞ്ഞില്ല. അപ്പോൾ എന്തു ചെയ്യും? ദൈവമേ, എനിക്ക് കുഞ്ഞില്ലല്ലോ, ഈ സങ്കടം എന്താ ചെയ്യണ്ടേ? അപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ഒരു കുഞ്ഞിന് വേണ്ടി ചോദിച്ച അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, എടാ നിനക്ക് കുഞ്ഞുണ്ടാവും. ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ തലമുറയോളം ഈ ദേശത്ത് അഭിഷേകമായിരിക്കും. ആകാശത്തിൽ നക്ഷത്രങ്ങൾ കണ്ടില്ലേ? നിനക്ക് എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റില്ലല്ലോ. അതുപോലെ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ആകാശത്തിലെ മണൽത്തരി നോക്കിക്ക്, ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടാവും. വയസ്സെത്രയാ? 75. അദ്ദേഹം അങ്ങ് വിശ്വസിച്ചു. അടുത്ത വർഷം കാത്തിരുന്നു. ദൈവമേ, കുഞ്ഞ് ഒന്നുമില്ലല്ലോ. 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, കുഞ്ഞില്ല. വയസ്സ് 80ആയി. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി, കാര്യം ദൈവം വാഗ്ദാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് സംഭവിക്കുന്നില്ലല്ലോ. ദൈവത്തിൻ്റെ പ്രവർത്തനമൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ ഭാര്യ ഇങ്ങനെ ഉപദേശിച്ചു. എന്താ ഉപദേശിച്ചത്? ദൈവത്തിൻ്റെ വാഗ്ദാനം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമൊന്നും നടക്കത്തില്ല. ഇവിടെ തനിക്ക് പ്രായമായി, ഒരു പുരുഷായുസ്സിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റിയ അപ്പൻ്റെ കഴിവൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ഒരു പുരുഷത്വം തെളിയിക്കണം. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നമ്മുടെ വീട്ടിലൊരു വേലക്കാരിയുണ്ട്, ആ വേലക്കാരിയിൽ നിനക്കൊരു കുഞ്ഞുണ്ടാവട്ടെ. ഭാര്യ ഉപദേശിച്ചു കൊടുത്ത മനുഷ്യബുദ്ധി. നമുക്കറിയാം ഇത് ആരൊക്കെയാണെന്നുള്ളത്. അബ്രാഹം, ഭാര്യ സാറ, ഇതാ വേലക്കാരി ഹാഗാർ. അങ്ങനെ മനുഷ്യബുദ്ധിയിൽ ഒരു കുഞ്ഞുണ്ടായി വേലക്കാരിയിൽ, അതാണ് ഇസ്മായിൽ. ചരിത്രം നമുക്കറിയാം. 100 വയസ്സെത്തിയപ്പോൾ ദൈവം വാഗ്ദാനം പറഞ്ഞ ആ കുഞ്ഞ് ഇതാ സാറായിലും ജനിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ജനിച്ച ആ കുഞ്ഞിന് എന്നും ഭീഷണിയായി ശത്രുവായിട്ട് നിലകൊള്ളുന്നത് ഏതാ? ചരിത്രം പഠിച്ചാൽ അറിയാം. മനുഷ്യബുദ്ധിയിൽ രൂപം കൊണ്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ചിന്തിച്ചു നോക്കിക്കേ, മനുഷ്യബുദ്ധിയിൽ രൂപം കൊള്ളുന്നത് എന്നും ദൈവിക പദ്ധതിക്ക് തടസ്സമാണ്. ചരിത്രത്തിൽ ഇന്നും എന്നും എപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി, അതിൻ്റെ സമയം കാത്തിരിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അത് അഭിഷേകമായിട്ട് മാറും. ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്നും ഈ സ്ട്രഗിൾ കൊണ്ടു നടക്കും. നമ്മുടെ ബുദ്ധിയിലല്ല കാര്യങ്ങൾ നടത്തപ്പെടേണ്ടത്. യെശയ്യാ പ്രവചനം മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കും. 55-ാം അധ്യായം 8-9 ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 55 വേർഡ്സ് 8 and 9. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലെന്ന് ദൈവം ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമ്മൾ ഇന്നാളത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊന്നാളത്തെക്കുറിച്ച്, ഒരു വർഷത്തെക്കുറിച്ചാണ്. ദൈവം അങ്ങനെയല്ല. ദൈവം കാണുന്നത് തലമുറകളിലേക്കുള്ള അഭിഷേകം, തലമുറകളിലേക്കുള്ള അഭിഷേകം. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. കാരണം ദൈവം ഓരോ നിമിഷവും നമ്മൾ വ്യക്തിപരമായി ശക്തിപ്പെടുത്തുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദൈവമാണ്. പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഏറ്റെടുക്കുന്ന ദൈവമാണ്. സങ്കീർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 10 വേർഡ്സ് 14. അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്ന അനാഥൻ അവിടുന്ന് സഹായകനാണല്ലോ. അങ്ങ് അവ ഏറ്റെടുക്കും. പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവം പറയാണ്, നിന്നെ ഞാൻ ഏറ്റെടുക്കും. നീ സമർപ്പിച്ചാൽ നിന്നെ ഞാൻ ഏറ്റെടുക്കും. സങ്കീർത്തനം 55 ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 55 55 അതിൻ്റെ 22-ാം തിരുവചനത്തിൽ വ്യക്തമായിട്ട് നമ്മളോട് പഠിപ്പിക്കുകയാണ്. 55-ന്റെ വചനം 22-ൽ പഠിപ്പിക്കുന്ന അതിശക്തമായ വചനം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കില്ല. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നീയല്ല പ്രവർത്തിക്കേണ്ടത്, ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്. ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, അല്ലേ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചെയ്തതിനും ഈ ഓട്ടത്തിനുമൊക്കെ ഒരു പരിധിയുണ്ടെന്ന്. അതിനപ്പുറത്തേക്ക് നമുക്ക് പറ്റത്തില്ല.
നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് സമ്പത്തുണ്ട് എന്ന് കരുതി എല്ലാം ആയെന്ന് ചിന്തിക്കരുത്. അത് നമ്മുടെ തലയ്ക്കകത്ത് തോന്നുന്ന പൊട്ട ബുദ്ധിയാണ്. നമ്മൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ മതി, അങ്ങനെയൊക്കെ മതി, ഇതാണ്. അതല്ല ശരിയായിട്ടുള്ളത്. ദൈവം പ്രവർത്തിക്കുന്ന വഴി, ദൈവം കാണിച്ചു തരുന്ന വഴി, അതിലാണ് നിത്യം നിലനിൽക്കുന്ന അനുഗ്രഹമുണ്ടാകുന്നത്. അതുകൊണ്ട് തലയ്ക്കകത്തൊരു കാര്യം ചെയ്യാനായിട്ട് ആലോചന വരുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. എന്നിട്ട് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഇത് വേണോ, ഈ ജോലി വേണോ, ഇന്ന സ്ഥലത്ത് പോകണോ, ഇന്നൊരു ബന്ധമുണ്ട് അത് നല്ലതാണോ, ഈ മകൻ്റെ അഡ്മിഷൻ ഇന്ന കോളേജിൽ അത് നല്ലതാണോ, ഇന്ന സ്ഥലത്ത് പോകണോ, അപ്പോൾ ഓരോ കാര്യത്തിനും നമ്മൾ ദൈവത്തോട് അനുവാദം ചോദിക്കണം. ഓരോ കാര്യത്തിനും ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തണം. സങ്കീർത്തകനായ ദാവീദ് 37-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. 37 ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 37 വേഴ്സ് 5 വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് നോക്കിക്കൊള്ളും. ഏത് ഭാരമാണെങ്കിലും വചനം ഉറപ്പ് നൽകുന്നു, അവിടുന്ന് നോക്കിക്കൊള്ളും. നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക, ദൈവം നോക്കിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളും. വീണ്ടും വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവിന് അവിടുത്തെ കാരുണ്യപ്രവൃത്തിയും മനുഷ്യമക്കൾ അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തികളെയും കുറിച്ച് നന്ദി പറയട്ടെ, നന്ദി പറയട്ടെ. ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക, എന്നിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക. കാരണം ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ദൈവം ചത്തുപോയ ചരിത്രത്തിൽ എവിടെയോ അടഞ്ഞ അധ്യായമല്ല, മറിച്ച് ഇന്നും ജീവിക്കുന്ന ദൈവം. ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്നിട്ട് അതുങ്ങളെയും കൊണ്ടൊരു യാത്ര, എത്ര വർഷങ്ങൾ, എത്ര ലക്ഷം ജനം. അവർ മരുഭൂമിയിൽ നടന്നു. മരുഭൂമിയിൽ നടന്നപ്പോൾ അവരുടെ കാലിന് പൊള്ളലേറ്റോ? അവർ പട്ടിണി കിടക്കേണ്ടി വന്നോ? അവർക്ക് ദാഹിച്ചപ്പോൾ കുടിക്കാൻ കൊടുത്തില്ലേ? പ്രതിസന്ധികൾ എന്തെല്ലാം ഉണ്ടായി. എത്ര രാജ്യക്കാർ, എത്ര ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ വന്നു. എന്നിട്ട് എന്തുണ്ടായി? എത്ര വലിയ പ്രതിസന്ധികൾ, കടൽ, ചെങ്കടൽ, അതാ ജെറീക്കോ നദി, പല പല പ്രതിസന്ധികൾ. ദൈവം അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആത്മീയ സന്ദേശമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നീ ഏതെങ്കിലും വിഷയത്തിൽ അസ്വസ്ഥയാണോ എങ്കിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ ഒന്ന് ആശ്രയിച്ചാലോ? പുതിയ നിയമത്തിൽ വായിക്കുന്നില്ലേ, യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്, അല്ലേ? കുഷ്ഠരോഗിയുടെ പക്കലേക്ക്, കാനായിലെ വിവാഹ വിരുന്നിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. തളർവാദം പിടിവിട്ട് കിടക്കുന്ന വ്യക്തി അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. ഓരോ നിമിഷവും പ്രവർത്തിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം. ആ ദൈവത്തോടുള്ള ബന്ധം നമ്മളെ അത്ഭുതകരമായി സന്തോഷത്തിലേക്ക് നയിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കാവശ്യവും ഇതുതന്നെയാണ്. ഈ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ജീവിക്കുന്ന ദൈവം എൻ്റെ കണ്ണുനീരിന്, എൻ്റെ ചോദ്യങ്ങൾക്ക്, എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, ഓരോ സമയം വഴി നടത്തുന്ന സർവശക്തനായ ദൈവം നമുക്ക് അഭിമാനിക്കാം. ഈ ലോകത്തോട് വിളിച്ചു പറയാം, നമുക്ക് ദൈവമുണ്ട്, പ്രവർത്തിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം. ആയതിനാൽ തളർന്നു കിടക്കരുത്, വിശ്വസിക്കുക, ഉണർത്തെഴുന്നേൽക്കുക, ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക. സർവശക്തനായ ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.